ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ കുറച്ചൊരു ഇഷ്യൂ ആയിരിക്കുന്ന ഒരു കാര്യമാണല്ലോ പേളി മാണിയുടെ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടും അവരുടെ ഫാമിലി വ്ളോഗിനെ കുറിച്ചിട്ടും. ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടല്ലോ, അദ്ദേഹം വിമർശിച്ചിരിക്കുന്ന ഒരു കാര്യം. ഈ ഉണ്ണി വ്ളോഗ്സിന്റെ ഈ വ്ളോഗൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ തോന്നാറുണ്ട്. എന്തിനും ഏതിനടുത്ത് കീറി മുറിച്ച് അദ്ദേഹത്തിന്റെ കുറച്ച് ഫിലോസഫി ഒക്കെ ഉണ്ട്. അതേപോലെയൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ പൊലിപ്പിച്ചെടുത്ത് ഇങ്ങനെയാണ് അതിന്റെ രീതി, ഇങ്ങനെയാണ് രീതി, അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫിയാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇപ്പോ ഒരുപാട് ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പേളിമാണിന്റെ ഇന്റർവ്യൂസ് ഒക്കെ അയച്ചു കൊടുത്ത് അതിനെ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഈ പേളിമാണിയുടെ ഈ കാര്യങ്ങളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെന്ന് പറയുന്നത് ഒരുപാട് പ്രേക്ഷക പിന്തുണയോടുകൂടി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലേഡിയാണ് അവര്. അവർക്ക് ജനഹൃദയങ്ങളിൽ ഇടം നേടാനുള്ള എല്ലാ പൊടികൈകളും അറിയാം. അവരിഷ്ടമാണ്. അവര് ബിഗ് ബോസിന് ശേഷം ശ്രീനിഷിനെ വിവാഹം കഴിച്ചു. ശ്രീനിഷിന്റെ പാലക്കാടുള്ള വീട്ടിലേക്ക് പോകുന്ന വ്ളോഗൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്രയും നല്ല രീതിയിൽ വളരെയധികം ഇക്കോണമിക്കലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഈ പേളിമാണി അവരുടെ പാലക്കാടിലെ ചെറിയ ഒരു വീട്ടിലോട്ടൊക്കെ പോകുന്നതും അവിടെയായിട്ട് എല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത്തരം വീഡിയോസിലൂടെയൊക്കെ പേളിമാണി ഒരുപാട് ആൾക്കാരുടെ മനസ്സ് കവർന്നുള്ളതാണ്. അവർ രണ്ട് മക്കളുടെ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ എടുത്തിട്ട് എന്തിനാണ് കീറി മുറിച്ചിട്ട് മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസിനെ എങ്ങനെ കീറി മുറിച്ച് അത് ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഒന്നാമത് ഒരാളുടെ വിമർശിക്കുമ്പോൾ നമ്മളുടെ ജീവിതവും അവരുടെ ജീവിതം നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം പേളിമാണി എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചു, 2 കുട്ടികളായി, വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ മാരീഡ് ലൈഫ് ആയിക്കോട്ടെ അവരുടെ കരിയർ ലൈഫ് ആയിക്കോട്ടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് പേളിമാണി. നമുക്ക് ഈ വിമർശിക്കുന്ന ആൾക്കാരെ ഒന്നും കൂടി തിരിഞ്ഞു നോക്കണം. നമ്മൾ അത്രത്തോളം സക്സസ്ഫുൾ ആണോ എന്നുകൂടെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. നമ്മൾ അവർ വിമർശിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? പിന്നെ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്രയും വലുതാക്കി കാണിച്ചിട്ട് പ്രേക്ഷകരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അവരിങ്ങനെയാണ്, അല്ലെങ്കിൽ അവരൊരു ഫ്രോഡാണ്, അവർ ജെന്യുവിനിറ്റി ഇല്ല എന്നൊക്കെ പറയണ ആവശ്യം എന്താണ്? നമുക്കിപ്പോ പേളിമാണിയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, ആ ഇന്റർവ്യൂ ചളമാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഈ ചളമായാലും അത് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മളെന്താ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് കണ്ടോട്ടെ എന്ന് വിചാരിക്കുക. അവര് ചെയ്യുന്നത് വളരെ മോശമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അവരുടെ ഇന്റർവ്യൂവിൽ വരുന്നത് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് നടന്മാരും നടികളും സംവിധായകരുമാണ്. മലയാളീസ് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് നടന്മാരും നടികളും സംവിധായകരും ഒക്കെ വന്നു പോകുന്ന ഒരു ഇന്റർവ്യൂ ആണ് പേളിമാണിയുടെ. അപ്പൊ പേളിമാണി അവരുടേതായിട്ടുള്ള ഒരു ശൈലിയിലാണ് ഇന്റർവ്യൂ ചെയ്തു പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ചിരിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് അത് ശരിയായില്ല, നന്നായില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും എപ്പോഴും നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ നടത്താൻ പറ്റിയെന്നൊന്നും വരില്ല. ഒരു സിനിമ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പാട്ടുകളും അതിൽ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എല്ലാ സീനുകളും ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ തന്നെയുള്ളൂ ഇത് ഇന്റർവ്യൂ ചെയ്യുന്ന വെച്ചാൽ നല്ല കഴിവ് വേണം. ഈ റിവ്യൂ ചെയ്യുന്ന ഉണ്ണി വ്ളോഗ്സ് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ എത്രത്തോളം അത് എന്റർടൈൻമെന്റ് ആൾക്കാർക്ക് തോന്നും എന്നുള്ളത് ഉറപ്പൊന്നുമില്ല അല്ലേ? ഇങ്ങനെ ഇരുന്ന് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതുപോലെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യാന്നാണ്. ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ആ ചോദ്യങ്ങളെ കുറിച്ച് വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന നടന്മാർക്കും നടികൾക്കും ഒക്കെ അത് വളരെയധികം ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് പറയുന്നത് ശരിയാണ്. അവർ എപ്പോഴും അവരെ ഇരുത്തി വളരെയധികം തേജോവധം ചെയ്യുന്നു. അങ്ങനെയല്ല, അവരൊക്കെ വന്ന് എൻജോയ് ചെയ്താണ് എല്ലാവരും വന്ന്. ഈ അടുത്ത് നിവിൻ പോളി, അജു വർഗീസ്, അതുപോലെ തന്നെ നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ദേവി അല്ലേ, അവരൊക്കെ വന്നിട്ട് എത്ര രസമായിട്ടാണ് അത് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് അവർ പോയിട്ടുള്ളത്. അപ്പൊ അവർക്കൊക്കെ അത് എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ ചെയ്യേണ്ടത്? പേളിമാണിയുടെ ഇന്റർവ്യൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വിമർശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഉണ്ണിയുടെ ഈ വീഡിയോയിലോട്ടൊന്ന് പോവാം. എന്താണ് പേളിമാണിയുടെ ഈ ഇന്റർവ്യൂവിനെയൊക്കെ അല്ലെ, പേളിമാണിയുടെ ഈ ഒരു കുറിച്ചാണല്ലോ ഈ വീഡിയോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനത് ഘട്ടം ഘട്ടമായിട്ട് 3 എണ്ണൊക്കെ തിരിച്ചിട്ടുണ്ടെന്ന്. അതെന്താണ് നമുക്ക് നോക്കിയിട്ടൊന്ന് വരാം. വീഡിയോയ്ക്ക് 3 പാർട്സ് ആണുള്ളത്. ഒന്ന് പേളിമാണിയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ്. 2 പേളിമാണി അവരുടെ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത്, യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂസിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വ്ളോഗുകളിലൊക്കെ കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച്. 3 അവരുടെ ഇൻ്റർവ്യൂസിനെ പറ്റിയാണ്. ഈ 3 അപ്പൊ ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ പേളിമാണിയുടെ ഈ കരിയറും അവരുടെ ലൈഫ് അതിനെ വെച്ചിട്ട് അദ്ദേഹം 3 ഭാഗമാക്കിയിരിക്കുന്നു. ഒന്ന്, ആദ്യത്തെ സെഗ്മെന്റ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ പേളിമാണിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പേളിമാണി അവരുടെ മക്കളെ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ വഴി
എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങളും അതിന്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം സൊസൈറ്റിനെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കാനിരിക്കുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടിപ്സ് അദ്ദേഹം പറയും. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെ പറയാതിരിക്കുന്ന ഒരു ബ്ലോഗർ ആയതുകൊണ്ട് അദ്ദേഹം അതൊക്കെ ആയിരിക്കും പറയുന്നത്. പിന്നെ മൂന്നാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേളി മാണിയുടെ ഇന്റർവ്യൂകളെ കുറിച്ചാണ്. പേളി മാണി എങ്ങനെ ഇന്റർവ്യൂ നടത്തണം, പേളി മാണി എങ്ങനെ ഇന്റർവ്യൂ നടത്തിക്കൂടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് അദ്ദേഹം പറയാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. പേളി മാണിയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. നമുക്കൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു പക്ഷേ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായേക്കാം. അങ്ങനെ നമുക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉള്ളതുപോലെ പേളി മാണിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. വളരെയധികം വ്യൂവേഴ്സ് ഉള്ള, അവർ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് വളരെയധികം വ്യൂവേഴ്സ് ഉള്ള, സബ്സ്ക്രൈബേഴ്സ് ബേസ് ഉള്ള ഒരു വലിയ യൂട്യൂബ് ചാനലാണ്. പേളി മാണിയുടെ യൂട്യൂബ് ചാനലിനെ മോർ ഓഫ് എ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനകത്ത് ഫാമിലി വ്ളോഗ്സ് വരുന്നുണ്ട്, കുക്കിംഗ് വ്ളോഗ്സ് വരുന്നുണ്ട്, ട്രാവൽ വ്ളോഗ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് അവരുടെ ലൈഫ് ആളുകളുടെ മുന്നിലേക്ക്, അവർ ഇത്രയും കാലം കൊണ്ട് TV ആങ്കറായിരുന്നും അഭിനേത്രിയായിരുന്നും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ബേസ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ കണ്ടന്റ് ചെയ്ത് അവർക്കൊരു ഫോളോവർ ബേസ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ബേസിൽ അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വളരെ റീസെൻ്റ് ആയിട്ട്, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അല്ല കേട്ടോ, വളരെ റീസെൻ്റായി ആ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് ഇൻ്റർവ്യൂസ് എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മൂവി പ്രൊമോഷൻസ് ചെയ്യുക എന്നുള്ളത്. അവരുടെ മറ്റ് കണ്ടന്റുകൾക്കൊക്കെ നല്ല വ്യൂസ് ഉള്ളതുപോലെ തന്നെ ഈ മൂവി പ്രൊമോഷൻ വീഡിയോസിനും നല്ല വ്യൂസ് ഉണ്ട്. തീർച്ചയായും പേളി മാണി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഈ ഒരു ബേസ്, അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അതിൽ ഈ മൂവി ആക്ടേഴ്സും കൂടി വന്നു കഴിയുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ കോൺവെർസേഷൻസ്, അതിൽ രസമൊക്കെ ആയിട്ടാണ് വളരെയധികം വ്യൂസ് കിട്ടുന്നത്. അതങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. നമ്മൾ അപ്പൊ അദ്ദേഹം ഈ ഒരു വീഡിയോ തന്നെ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് പേളി മാണി അവരുടെ ഒരു ചാനലിനെ ഇത്രയധികം സക്സസ്ഫുൾ ആക്കിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടെന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അവരുടെ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് അവര് ഫാമിലി വ്ളോഗ് ചെയ്യുന്നു, അവര് ഓരോ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നു, ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആയിട്ടാണ് അവര് സക്സസ്ഫുൾ ആക്കിയിരുന്നത്. അവര് നേടിയെടുത്തുള്ള ഈ പ്രേക്ഷക പിന്തുണ കൊണ്ട് പിന്നെ അവര് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് ഈ ഇന്റർവ്യൂവിൽ ഇത്രയേ പ്രേക്ഷക പിന്തുണ ഉള്ള ഒരു വ്യക്തി ഇന്റർവ്യൂവിൽ വന്ന് ഇരിക്കുമ്പോൾ അവരുടെ ഇന്റർവ്യൂവിൽ വരുന്ന താരങ്ങളൊക്കെ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലത്തെ തന്നെ പ്രമുഖ താരങ്ങളാണ് വന്നിരിക്കുന്നത്. അതൊക്കെ അവരുടെ ഒരു പ്രയത്ന ഫലമായിട്ടാണ് ഇങ്ങനെ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം സമ്മതിക്കുന്നത്. അത് തന്നെ സത്യമല്ലേ. അതായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പേളി മാണി അവരുടേതായുള്ള തനതായിട്ടുള്ള ഒരു ശൈലി, അവരൊരു കോമഡി ആയിക്കോട്ടെ, അത് ചളി ആയിക്കോട്ടെ, എങ്ങനെയായി തന്നെ ആയിക്കോട്ടെ, പേളിമാണിയുടെ ഒരു ശൈലിയിൽ അവർ ഇന്റർവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ചെയ്യുന്നു. ഇതിലൊക്കെ അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ല അവരുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ അവരുടെ വീഡിയോസിൽ കാണും. നമുക്ക് എല്ലാവർക്കും പേളിമാണിയുടെ വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നല്ല എല്ലാവരും ഇരിക്കുന്നത്. അവരവരുടെ കുട്ടിത്തരങ്ങൾ കാണിക്കുന്നു, അവർ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നു, അവര് എങ്ങനെയാണോ അവർ കിച്ചണിന് അവർ ഹസ്ബൻഡിനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണുന്നു. ഇപ്പൊ പേളിമാണിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അവര് നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിലും ക്യാമറയ്ക്ക് പുറകിലും രണ്ട് വ്യക്തിത്വം ഉള്ളത് പോലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരെപ്പോഴും ഒരേപോലെ തന്നെ ചില്ലായിട്ടാണ് ഇരിക്കുന്നത്. അവരുള്ള ഫ്രണ്ട്സ് എല്ലാവരും തന്നെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്താണ് അവരുടെ വീഡിയോയിൽ അവർ വന്ന് കാണിക്കുന്നത് നമുക്ക് ഒരു അപാകതയും തോന്നുന്നില്ല, അല്ലെങ്കിൽ അവര് കൂടുതൽ അഭിനയിക്കുകയാണ്, അവർ കൂടുതൽ ബട്ടറിങ് ചെയ്യാണ്, അങ്ങനൊന്നും എനിക്കിതുവരെ തോന്നിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അവര് ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അവര് ചളിയാണ്, അത് അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വീഡിയോ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ കുക്കിംഗ് വീഡിയോ ചെയ്യാണ്, അതിൽ പോലും കുറച്ച് കോമഡിയൊക്കെ കലർത്തിക്കൊണ്ടാണ് പേളി ചെയ്യുന്നത്. ഇത്ര ഉപ്പ്, ഇത്ര മുളക്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ കുറച്ച് അബദ്ധങ്ങൾ പറ്റാറുണ്ട്, അപ്പൊ ചിരിക്കാറുണ്ട്, ഇത്ര വേണ്ട, അത്ര കൂടിപ്പോയി ഗൈസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ എൻജോയ് ചെയ്താണ് ഒരു കുക്കിംഗ് വീഡിയോ പോലും പേളി മാണി ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികളുടെ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ചെയ്യുന്നത്. കുട്ടികളുടെ കാര്യങ്ങളും തമാശകളൊക്കെ ചെയ്യണോ വേണ്ടതെന്നാണ് അവർ പേരൻസ് തീരുമാനിക്കുന്നത്. അപ്പൊ അതെല്ലാം തീരുമാനിക്കുന്നത് അവര് പേരൻസ് ആണ്. കുട്ടികളെ വീഡിയോയിൽ കൊണ്ടുവരുന്നു, പിന്നെ കുട്ടികളെ വളരെ മോശമായ രീതിയിലാണ് വീഡിയോയിലൊക്കെ പ്രസന്റ് ചെയ്യുന്നത്, ശരിയാണ്. പക്ഷെ അതല്ലാണ്ട് അവരുടെ കുറച്ച് കുട്ടിക്കളികളും അവരുടെ കുറച്ച് കൊച്ചു വർത്താനങ്ങളും അതൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് എന്ത് കുഴപ്പമെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം എല്ലാവരും അവരുടെ യൂട്യൂബ് ചാനൽ വളരെ നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്.
അവര് ഫാമിലി വ്ളോഗ് ആകുമ്പോൾ ഫാമിലിയിലത്തെ അംഗങ്ങളാണല്ലോ ഈ കുട്ടികൾ. അവരെ കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർ ഇരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊന്നും തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവന്നതുകൊണ്ട് അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ അവരൊരു പൊതു സ്വത്തായിട്ട് മാറും. അവരങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആ കുട്ടി കണ്ടില്ലേ വളരെ നല്ലതാണ്, രണ്ടാമത്തെ കുട്ടി കണ്ടില്ലേ ആ കുട്ടിയുടെ അത്ര പോരാ, അങ്ങനെയുള്ള കമന്റ്സ് കേൾക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ അങ്ങനെ ഒരു കമന്റ് കേട്ടിട്ട് അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ ഭയങ്കര ഓപ്പണാണ്, അവർ തമാശയായിട്ട് തള്ളിക്കളയുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. പേളിമാണിയുടെ കുട്ടികളൊക്കെ അങ്ങനെ ആകും എന്ന് വിചാരിച്ചിട്ട് പേളിമാണി ഇപ്പോഴേ അവരെ ഇങ്ങനെ തന്നെ വളർത്തിയെടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഉണ്ണി പറയുന്നൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അവരുടെ പേരൻസിന്റെ ഇഷ്ടമാണ്. അവർ ഇങ്ങനെ വീഡിയോ എടുക്കണം, അവരെങ്ങനെ വളർത്തിയുണ്ടാക്കണം, അതെല്ലാം അവരുടെ പേരൻസിന്റെ ഇഷ്ടം പോലെയാണ് ചെയ്യേണ്ടത്. പേരൻസ് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തല്ലുന്നു, അല്ല അടിക്കുന്നു, ഒരുപാട് വഴക്ക് പറയുന്നു, ഇതൊക്കെയാണ് വീഡിയോസിൽ വരുന്നത് എങ്കിൽ നമുക്ക് പറയാം ഇവര് കൊടുക്കുന്ന മെസ്സേജ് ശരിയല്ലാതെ. നേരെ മറിച്ച് കുട്ടിക്ക് ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു മുട്ട ഉണ്ടാക്കി കൊടുക്കും, ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, അതിൽ വളരെ അവർ സ്നേഹത്തോടു കൂടി പടങ്ങൾ വരച്ചുണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് കുട്ടിയെ വിടുന്ന സമയത്ത് പേളിക്ക് എന്ത് ഇമോഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ഞാൻ അവരുടെ വീഡിയോസിൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിൽ കുട്ടികളെ ഈ വീഡിയോയിൽ അവതരിപ്പിച്ചത് കൊണ്ട് കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ടുള്ള ട്രോമ വരും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള അവർക്കൊരു എതിർപ്പ് വരും. അത് സഹിക്കാൻ പറ്റാതെ അവർക്ക് ജീവിതത്തിൽ പിന്നെ മുന്നിട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ എന്തിനാണ് നമ്മൾ അന്വേഷിക്കുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്താം. അവരുടെ കുട്ടികളെ ഇങ്ങനെ വളർത്തട്ടെ, അവരുടെ കുട്ടികളെ വളർത്തട്ടെ. നമ്മളിവിടെ ആലോചിച്ച് ആകെ വിഷമിച്ച് അത് പൊതുജനത്തിന് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇന്റർവ്യൂവിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്റർവ്യൂവിന്റെ കാര്യം എന്താണ് ഇത്ര ഇത് പറയാനുള്ളത്? പിന്നെ അതായത് പേളിമാണിയുടെ ഒരു ശൈലിയിൽ ആ ഇന്റർവ്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇന്റർവ്യൂസ് യൂട്യൂബ് ചാനലില് പേളിമാണിക്ക് അധികം കമന്റ്സ്, ബാഡ് കമന്റ്സ് ഒന്നും വരാറില്ല എന്ന് പേളിമാണി പറയാം. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഗല്ലാട്ട പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭരദ്വാജ് രംഗരാജൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതില് ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൽ പ്രശസ്തരായിട്ടുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ നോർത്തിലത്തെ അനുപമ ചോപ്ര ഉണ്ടായിരുന്നു, അതുപോലെ പേളിമാണി ഉണ്ടായിരുന്നു, സൂമ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വിശാൽ മേനോൻ. നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇതില് അനുപമയായാലും അനുപമ കുറച്ചിങ്ങനെ തമാശയൊക്കെ പറയും. അതുപോലെ പക്ഷെ ഈ ഭരദ്വാജ് രംഗരാജ് എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ വിശാൽ മേനോൻ എന്നൊക്കെ പറയുന്ന അവർ വളരെ സീരിയസ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരിൽ നിന്ന് വേറിട്ട ഒരു ഇന്റർവ്യൂ ശൈലിയാണ് പേളിമാണിക്ക് ഉള്ളത്. അത് പേളിമാണി ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും പേളിമാണി ഉരുണ്ട് കളിക്കുകയാണ്. പല താരങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് തമാശയൊന്നും കൊടുക്കാൻ പറ്റാതെ പേളിമാണി കഷ്ടപ്പെടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അതൊക്കെ പേളിമാണിയുടെ ആ ഒരു ഷോയുടെ ഒരു ഭാഗമാണ്. അതിൽ നിന്നൊക്കെ പേളിമാണി എങ്ങനെയാണ് രക്ഷപ്പെട്ട് ചളിയടിച്ച് അവര് പോകുന്നത് എന്നാണ് ആ ഇന്റർവ്യൂവിന്റെ ഒരു 1.5 മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കാണേണ്ടത്, കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് കാണുക. കാരണം നമുക്ക് അറിയാവുന്ന പേളിമാണി ഇങ്ങനെയാണ്, ഒരുപാട് ചളിയടിക്കുന്നു, ചമ്മുന്നു. അല്ല, അവര് എപ്പോഴും അവരുടെ ഗസ്റ്റിനെ കൊണ്ടുവരുന്ന ഗസ്റ്റിനെ അവര് എപ്പോഴും ഹാപ്പി ആക്കാനാണ് അവര് വിചാരിക്കുക. അവരെപ്പോഴും അവരുടെ ഗസ്റ്റിനെ ഹാപ്പി ആക്കാനാണ് അവർ വിചാരിക്കുന്നത്. അല്ലാതെ വരുന്നവരോട് ഒരു കോൺട്രവേഴ്സി അല്ല ഒരു ഇൻസിഡന്റ് അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് അങ്ങനെ അവർ കൂടുതൽ ആ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഇന്റർവ്യൂവറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കീറി മുറിച്ചുകൊണ്ട് ഏതിനും വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഉണ്ണി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നതല്ലേ ഏതിനും കീറി മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് പുറത്തെടുത്തിട്ട് സമൂഹത്തിന് ഇട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഉണ്ണി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗലാട്ട പ്ലസിന്റെ ഭരദ്വാജ് രംഗരാജൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഈ ബാഡ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചപ്പോൾ പേളിമാണി പറഞ്ഞു, എനിക്കങ്ങനെ ബാഡ് കമന്റ്സ് ഒന്നും വരാറില്ല. എല്ലാ കമന്റ്സും ഞാൻ വായിച്ചു നോക്കാറുണ്ട്, എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ വോയിസ് മെസ്സേജ് പോലും ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഇതിലൊന്നും ബാഡ് കമന്റ്സ് വരാറില്ല എന്നാണ്. അവിടെയാണ് ഉണ്ണിക്ക് ഭയങ്കര സംശയം തോന്നിയത്. പേളിമാണിക്ക് എന്തുകൊണ്ട് ബാഡ് കമന്റ്സ് വരുന്നില്ല, വരുന്നൊക്കെ അവർ ഡിലേറ്റ് ചെയ്ത് കളയാണെന്നാണ് പറയുന്നത്. ഭരദ്വാജ് രംഗരാജൻ ചോദിച്ചാൽ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. Like we put out interviews and stuff around, right? Do you read what people write below? Yeah, I have this new feature on my YouTube. I don't know if you guys have it. I can send voice replies.
Oh, okay. Wow. Hey, Well, Pearly. Wait, you reply to your comments? Yeah, I send voice notes like, hey, thank you so much, I love you. Like, Do you reply to all the comments? most of them, like the ones that really touch me. That's next The level, ones that man. really deserve a reply. But I, whenever I get time, I'm somebody who likes all the comments. You know. But does someone filter the bad ones or? Actually, there are no bad ones. Oh, Isn't that normal? like seriously, which is like. You're sitting with me and asking it. I feel that. So I believe, like, even if there is criticism, I take it in that stride, and I love criticisms. You know, that's what makes me grow, and I love feedbacks. You know, if everyone's saying we love you, I get confused. Like, I can't be that, you know, good. Vishal, So let's go under our videos and put some comments. so Yes, sometimes that's a good idea. വിശാൽ അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ? ഇന്റർവ്യൂവിന്റെ ഒരു പർട്ടിക്കുലർ ഒരു പോർഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഈ ഉണ്ണി വ്ളോഗ്സ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു ഭാഗം. ഈ ഉണ്ണിയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഉണ്ണി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഉണ്ണി വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഉണ്ണിയുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയുള്ള പേളി മാണിയോട് അവർ ചോദിച്ച ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻസ് അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അതിന് പേളി മാണി കൊടുത്ത മറുപടി, അതിൻ്റെ ഞെട്ടൽ ഈ നിമിഷം വരെയും എനിക്ക് മാറിയിട്ടില്ല. പേളി മാണിക്ക് നെഗറ്റീവ് കമൻസേ വരാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പേളി പറഞ്ഞത്. ഇത് കേട്ട് അവിടെ ഇരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ടി വിയിലും പ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടിപ്പോകുമായിരുന്നു. ഞാനും ഞെട്ടി. കാരണം നമ്മുടെ ചാനലിന് ഏതാണ്ട് 4.5 ലക്ഷത്തിൽ താഴെ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പേളി മാണിയുടെ യൂട്യൂബ് ചാനൽ എങ്കയോ പോയിരിക്ക് എന്ന് പറയുന്ന പോലെ അത്രയും സബ്സ്ക്രൈബർ ബേസ് അവർക്കുണ്ട്. അതുപോലെ അവരുടെ വീഡിയോസിന് മില്യൺ കണക്കിനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതിയൊക്കെ വെച്ചുകൊണ്ട് ഏത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ പേളി മാണിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പേളി മാണിയോട് വിമർശനങ്ങൾ അറിയിക്കാനും ആളുകൾ എത്തേണ്ടതാണ്. പക്ഷെ അവിടെ ഇരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്നെയും ഞെട്ടിച്ചുകൊണ്ട് പേളി മാണി പറയുന്നു പേളി മാണിക്ക് നെഗറ്റീവ് കമൻസ് വരാറില്ല എന്നുള്ളത്. അപ്പൊ ഡിലേറ്റ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഉണ്ണിക്ക് എങ്ങനെയാണ് അറിയുന്നത്? എല്ലാവർക്കും ബാഡ് കമന്റ്സ് വരും. അപ്പൊ പേളി മാണിക്കും ബാഡ് കമന്റ്സ് വരുന്നുണ്ടാവാന്നേ. അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് അവര് എപ്പോഴും നല്ല രീതിയിലുള്ള കമന്റ്സ് വരാനാണ് താല്പര്യം എന്ന് വിചാരിക്കുക. അവരുടെ യൂട്യൂബ് ചാനലിൽ അതാണ് അവർക്ക് ആഗ്രഹം. ബാഡ് കമന്റ്സ് ഒന്നും അവർക്ക് കാണുന്ന താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്ക് കുറെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് അവർ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പൊതുജനത്തിന് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ കൊടുക്കുക. ഈ ബാഡ് കമന്റ്സ് കുറെ ഇട്ടിട്ട് അത് പൊതുജനത്തിന് മുമ്പിൽ അവരത് വായിച്ച് എന്തിനാണ് അതിന് നിൽക്കുന്നത്? അവരൊരു ഇന്റർവ്യൂ നടത്തുന്നു, അതില് നല്ല നല്ല കമന്റ്സ് വരികയാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുന്നു. പേളിമാണി പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അത്തരത്തിലുള്ള വീഡിയോസാണ് ഡിലേറ്റ് ചെയ്ത് കളയുന്നത്. അത് എന്തുകൊണ്ട് ഡിലേറ്റ് ചെയ്ത് കളയുന്നത് വിശദമായിട്ട് ആ ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷനിൽ പേളിമാണി ഭരദ്വാജ് രംഗരാജിനോടും എല്ലാവരും അവിടെയുള്ള മറ്റുള്ള പാർട്ടിസിപ്പൻസിനോടും എല്ലാവരോടും പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. It's a charmed life. I don't think No, anyone. the thing is, when like going deeper into this conversation, there are times when we have guests and they try to attack the guest, and I usually delete those comments because I want the actors to feel happy when they come on the episode, and even if they read the comments, even if they're like few criticisms for them, I usually, you know, try to avoid it. So if you encourage like negative comments and if you start replying to them, and people will say, oh, she's replying to the negatives, so let's get more attention. So I give attention to the good comments and I try to encourage them, say thanks, and that becomes the pattern. So basically it's just what you focus on will grow. Thank you. ബാഡ് കമന്റ്സ് ആയിരിക്കും. ചില ആൾക്കാർ ചില നടന്മാർ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന ചില ഇന്റർവ്യൂവിൽ കൊടുക്കുന്ന ചില ഉത്തരങ്ങൾ പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ചില ആൾക്കാർ ബാഡ് കമന്റ്സ് ഇടും, അത് അവർ ഡിലേറ്റ് ചെയ്ത് കളയാറുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ പേളിമാണി അല്ലെങ്കിൽ അവരെ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും കോ വർക്കേഴ്സ് ആരെങ്കിലും അത് ഡിലേറ്റ് ചെയ്ത് കളയുന്നതാണ് പറയുന്നത്. കാരണം പേളിമാണിയുടെ ഇന്റർവ്യൂ ഈ ഗസ്റ്റ് ചിലപ്പോൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ബാഡ് കമന്റ്സ് വന്നാൽ അവർക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അവരെ ഇന്റർവ്യൂവിന് പിന്നീട് വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇത്രയും കമന്റ്സ് ബാഡ് കമന്റ്സ് ഒക്കെ വരാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ചാനൽ എങ്ങനെ കൊണ്ടുപോകണം, അതിൽ ഏത് കമന്റ്സ് വരണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് പേളിമാണി ബാഡ് കമന്റ്സിന് പേടിക്കുകയാണ് എന്നൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ബാഡ് കമന്റ്സ് ഇടണോ
നല്ല കമന്റ്സ് ഇടണോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് എപ്പോഴും ഒരു യൂട്യൂബർക്ക് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പൊ പേളിമാണി നല്ല കമന്റ്സ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ഉണ്ണി പറയുന്നത് ബാഡ് കമന്റ്സ് അവിടെ ഇടണം, അത് പൊതുജനങ്ങൾ കാണണം. എന്തിനു കാണണം? കാണാതെ അത് അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലാണ്, അവരങ്ങനെ കണ്ടാൽ മതി എന്ന് അവർക്ക് ആഗ്രഹം അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അതിനെ വിമർശിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. കാരണം നമുക്കൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, അവിടെ നമ്മൾ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റിയാക്ഷൻ ചെയ്യുമ്പോൾ എന്തിനാണ് വേറൊരു യൂട്യൂബ് ചാനലിൽ ഒരു തെറ്റും ചെയ്യാതെ വന്നിരിക്കുന്ന ഒരാളെ ബാഡ് കമന്റ്സ് ഡിലേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ആവശ്യം അതല്ല. അവർ ആ ഇന്റർവ്യൂവിൽ ഒരാളെ വളരെ നിഷിദ്ധമായിട്ട് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അവളെ വളരെയധികം അപമാനിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. ഒരു ബാഡ് കമന്റ് ഒക്കെ വരുന്നത് ഡിലേറ്റ് ചെയ്തത് ഇത്രയും വലിയൊരു കാര്യമാണ്. ആ യൂട്യൂബർക്ക് ഇങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ മോശമായി പോയി നോക്കാം. കാരണം എന്താ പറയുക, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാഡ് കമന്റ്സ് അങ്ങ് ഇടാനങ്ങ് തുടങ്ങും. എന്നാൽ പിന്നെ കുറെ ബാഡ് കമന്റ്സ് അങ്ങ് കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് ബാഡ് കമന്റ്സ് ഇടാൻ തുടങ്ങും. അതാണ് പ്രശ്നം. നമ്മൾ ഒരാളുടെ ഒരു വീഡിയോ എടുത്തിട്ട് അതിനെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ അത് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തിനാണ് വെറുതെ വെച്ചാൽ അവര് 9 മില്യണോ 10 മില്യണോ അടിച്ചു നിർത്തുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ അവർ മുന്നോട്ട് പോയിട്ട് തന്നെ നമ്മള് അവരുടെ ചാനലിനെ വെറുതെ വെച്ചില്ലാണ്ട് എന്തിനാണ് ഇങ്ങനെ വിമർശിക്കാനിരിക്കുന്നത്? നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും, അവരുടെ രീതിയിൽ മുന്നോട്ട് പോട്ടെ. നേരെ മറിച്ച് സമൂഹത്തിന് വളരെയധികം മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ യൂട്യൂബ് ചാനലിൽ വരുന്നെങ്കിൽ നമുക്ക് വിമർശിക്കാം. ഇത് വളരെ മോശമായ കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇതില് ഇപ്പോൾ യൂട്യൂബ് ചാനലില് പേളിമാണി കൊണ്ടുവരുന്നില്ല. പറയുന്നത് എന്നാൽ കുട്ടികളെ കൊണ്ടുവരുന്നു, ഇതൊന്നും വലിയ കാര്യമാണോ? കുട്ടികളെ കൊണ്ടുവരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുട്ടികളെ വഴക്ക് പറയുന്നു, കുട്ടികളെ പഠിക്കാനായിട്ട് നിർബന്ധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ബാഡായിട്ട് കുറെ കുട്ടികളെ ഇത് ഇഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മാതാപിതാക്കളെ ഇഫക്റ്റ് ചെയ്യും. കാരണം പേളിമാണി ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ വരുന്നു പറയും. ഇത് അതിലൊന്നുമില്ല. കുട്ടികളെ എങ്ങനെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കൊടുക്കാം, എങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിടാം, എങ്ങനെ യാത്രയിൽ എൻജോയ് ചെയ്യും, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതിനാണ് ഇത്രയും വിമർശിക്കുന്നത്. പേളിമാണിയുടെ ഈ ഒരു ചാനലിൽ ബാഡ് കമന്റ്സ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി മലയാളീസൊക്കെ ഇത്ര നല്ലവരാണോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിലൊക്കെ ഒരു കമന്റ് ഒക്കെ പറയുന്നത് എന്താണ്. അപ്പോൾ ഉണ്ണിയുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സത്യസന്ധമായ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഭരദ്വാജ് രംഗൻ തിരിഞ്ഞു നോക്കാറേയില്ല എന്ന് പറയുന്നു. അനുപമ ചോപ്ര അത് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്ന് പറയുന്നു. വിശാലിന്റെ കാര്യവും അങ്ങനെ തന്നെ, സുമയുടെ കാര്യവും അത് തന്നെ. സ്വന്തം ചാനൽ തന്നെ അവർ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നു. അവിടുത്തെ എല്ലാ കമന്റ് ബോക്സും നോക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കമന്റ് ഒരു ദിവസം മുഴുവൻ തളർത്തിക്കളയും എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. പക്ഷെ പേളിക്കില്ല കേട്ടോ. മലയാളികൾ എന്ത് നല്ല മനുഷ്യരാണ്. അപ്പൊ മലയാളീസിനെ കുറിച്ചിട്ട് നല്ലത് പറയാനായിട്ട് പേളിമാണിക്ക് ഇവിടെ അവകാശമൊന്നുമില്ലേ? മലയാളീസിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നല്ലതായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മറ്റുള്ള ആൾക്കാരൊക്കെ ഇത് കേൾക്കുമ്പോൾ മലയാളികൾ നല്ലതെന്ന് കരുതിയോട്ടെ. എന്തിനാണ് മലയാളികളെ കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? നമുക്ക് ഈ ഒരു റിവ്യൂ ചാനലിൽ ഇരുന്ന് നമ്മളിങ്ങനെ കീറി മുറിച്ച് മലയാളികൾ അങ്ങനെയാണ്, മലയാളികളുടെ സ്വഭാവം ഇങ്ങനെയാണ്, എന്തിനാണ് അങ്ങനെ പറയാതിരിക്കുന്നത്? അങ്ങനെ പേളിമാണിക്ക് താല്പര്യമില്ലെങ്കിൽ അവരവരുടെ വീഡിയോയിൽ മലയാളികളെ കുറിച്ച് വിമർശിക്കുന്നില്ലെങ്കിൽ അതിന് എന്തുകൊണ്ടാണ് ഉണ്ണിക്ക് ഇത്ര പ്രശ്നമുള്ളത്? ഉണ്ണി പറയുന്ന ആ ഒരു വീഡിയോയുടെ കുറച്ച് ക്ലിപ്പ് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. അത് അതിന് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒഴിവാക്കാമായിരുന്നു. കാരണം മറ്റുള്ള എല്ലാവരും ബാഡ് കമന്റ്സ് ഇപ്പോൾ ഭരദ്വാജ് രംഗരാജിന് വരുന്നുണ്ട്, വിശാഖ് മേനോന് വരുന്നുണ്ട്, അതുപോലെ സുമയ്ക്ക് വരുന്നുണ്ട്, അനുപമ ചോപ്രയ്ക്ക് വരുന്നുണ്ട്. ചിലവരത് കാണുന്നുണ്ട്, ചിലർ കാണാറില്ല, ചിലർ കണ്ടിട്ട് വളരെയധികം മാനസികമായിട്ട് അവർക്ക് വിഷമം തോന്നാറുണ്ട്. ഒരുപാട് പോസിറ്റീവിൻ്റെ ഇടയിൽ 1-2 കമന്റ്സ് വരുമ്പോൾ വിശാഖ് മേനോന് ആ 1-2 കമന്റ്സ് ആലോചിച്ചിട്ട് അയാൾക്ക് വിഷമം തോന്നാറുണ്ടെന്നൊക്കെ അയാൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ണി പറയുന്നത് വെച്ചാൽ ഇവർക്കൊക്കെ വരുന്നുണ്ട്, പേളിമാണിക്ക് മാത്രം വരുന്നില്ല. പേളിമാണി എന്തിനെങ്ങനെ ജെന്യൂൻ അല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ മലയാളീസിനൊക്കെ ഒരുപാട് ഉയർത്തിക്കൊണ്ട് അവരൊക്കെ വളരെ നല്ല ആൾക്കാരെന്നാണ് പേളിമാണി കാണിക്കുന്നത്. അതിനിപ്പോൾ എന്താണ് തെറ്റ്? മലയാളികൾ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ, മലയാളികൾ തെറ്റ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണെന്ന് പറയണം എന്ന് അങ്ങനെ ഒരു അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് അതൊരു ഇൻ്റർവ്യൂ ആണ്, ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ മലയാളീസ് അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് അവർ പറയുന്നതിൽ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ മലയാളികൾക്ക് വളരെ മോശമാണ്, ഭയങ്കര മോശം കമൻസാണ് അവരിടുന്നത് എന്ന് പറഞ്ഞ് സന്തോഷമാവോ ഉണ്ണിക്കും മലയാളികൾക്കൊക്കെ?
അതിൻ്റെ ആവശ്യമില്ലാന്നേ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് പറയാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് പേളിമാണിക്ക് സ്വന്തം ചാനലിൽ മലയാളീസ് അങ്ങനെ ഇടുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. ഉണ്ണിയാണ് പറയുന്നത് ഇടുന്നുണ്ട്, പേളിമാണി പറയുന്നത് ഇടുന്നില്ല എന്ന് പറയുന്നു. അവരുടെ ചാനലിനെ വെച്ചാൽ അവർക്കാണ് കൂടുതൽ ബോധ്യമുള്ളത് അല്ലേ? ഒരുപാട് ബോധ്യമുള്ളത് അവർക്കാണ്, ഉണ്ണിക്കല്ല. അപ്പോൾ നമുക്കത് ഇടുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഷോർട്സ് നമുക്ക് അതിൻ്റെ ഉള്ള ഒരു കാര്യങ്ങളും അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ വരുന്ന കമൻസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ അറിയാത്തൊരു കാര്യത്തിൽ അവിടെ എന്തായാലും വരുമെന്ന് സമർത്ഥിക്കാനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഉണ്ണി ഈ ചെയ്ത ഒരു വീഡിയോ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യാമെന്ന്, കുറച്ചുകൂടി സാമൂഹിക പ്രതിബദ്ധതയുള്ള കുറച്ചുകൂടി നല്ല വിഷയങ്ങൾ എടുത്ത് റിവ്യൂ ചെയ്ത് അതിന് കീറിമുറിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ ഈ പേളിമാണിയെ പോലെയുള്ള ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ അവരുടെയൊക്കെ ഒരു അഭിപ്രായത്തേക്ക് ഇത്രയധികം വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ഇതാണ് പറയുന്നത്. കുറേ ആൾക്കാർ ഉണ്ണിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പേളിമാണിയുടെ വീഡിയോസോ ഇൻ്റർവ്യൂസൊക്കെ വളരെ മോശമാണ്, ഭയങ്കര ചളിയാണ്, അതാണ് ഇതാണ്, അവരെന്താണ് കാണിക്കുന്നത്. ആയിക്കോട്ടെ, അത് അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു 9 മില്യനോ 10 മില്യനോ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർ പോലും അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പിന്നെ എന്തിനു വിമർശിക്കുന്നത്? അത് കണ്ടിട്ട് പിന്നെ വിമർശിക്കാൻ ആവശ്യം നമുക്ക് തോന്നണം ആ ഒരു വീഡിയോസ് ഒന്നും മാത്രം കൊള്ളൂല, ഞാൻ ഇനി കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അത് പോവാം. സബ്സ്ക്രൈബ് ചെയ്ത് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുള്ളപ്പോൾ എന്തിനാണ് ഈ കീറി മുറിച്ച് തേജോവധം ചെയ്യുന്നത്? എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഉണ്ണിക്ക് ഈ ഒരു വീഡിയോ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.